യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചിരിക്കുന്നുവെന്ന വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. യമൻ സർക്കാർ ഇക്കാര്യം സ്ഥിരീകരിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. നാളെ നിശ്ചയിച്ചിരുന്ന വധശിക്ഷ അനിശ്ചിതമായി നീട്ടി എന്നാണ് ഉത്തരവിൽ പറയുന്നത്. വിഷയത്തിൽ ഇടപെട്ട എല്ലാവർക്കും നന്ദിയെന്ന് നിമിഷപ്രിയയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും പ്രതികരിച്ചു. ഞാൻ അങ്ങനെ കുറച്ച് വിശ്വസിക്കാണ്. ഒരിക്കലും അങ്ങനെ രാജ്യത്തെ എല്ലാ മക്കളും ഇടപെട്ടിട്ടുണ്ട്. എല്ലാവർക്കും 1000 നന്ദി പറയാണ്. എനിക്ക് ടീച്ചേഴ്സ് മുഴുവൻ ടീച്ചേഴ്സ് അറിയില്ല. സാറ് മീറ്റിംഗിലാണ്. നമുക്ക് ഞാനിവിടെ പ്രാർത്ഥനയിലാണ്. നിമിഷനെ എനിക്ക് എപ്പോ വേണമെങ്കിലും കാണാൻ പോകാം. പക്ഷെ സാറിന് ഇപ്പൊ ദിവസം തിരക്കാ. സാറ് കൂടെ വന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. തന്നെ പോകാൻ പറ്റുന്നതല്ല സ്ഥലം. നിമിഷമായിട്ട് 2 ദിവസം മുമ്പ് സംസാരിച്ചു രാത്രി. നിമിഷയ്ക്ക് നല്ല ടെൻഷനാണ്. നിമിഷയ്ക്ക് എല്ലാ വിവരങ്ങളും അവളുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥകൾ പുറത്തൊക്കെ പോയി വരുമ്പോ വിവരങ്ങൾ അറിയുന്നത് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും ന്യൂസേ. അപ്പൊ അമ്മമാര് മമ്മിനെ വിളിച്ച് ചോദിക്ക്, സാമുവൽ സാർ എപ്പോഴാ വരുന്ന, വേഗം കാര്യങ്ങൾ ചെയ്യാൻ പറ എന്ന് പറഞ്ഞ് അവളോട് തിരക്കുന്നുണ്ട് എല്ലാവരും. മനുഷ്യൻ എന്ന നിലയിലാണ് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടതെന്ന് സംസ്ഥാന നേതാവും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കാരണം ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്ന നിലക്ക് തന്നെ. പൊതുവിഷയത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല. കൊടുക്കാനും വാങ്ങാനും മറ്റും ആരാണ് ഉണ്ടാവുക എന്ന് അന്വേഷിച്ചപ്പോൾ ചാണ്ടിയമ്മൻ MLA അത് തയ്യാറാണ്, അദ്ദേഹത്തിന് മുഖേന പലരും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന വിവരം അറിയാൻ സാധിക്കുകയും ചെയ്തു. അതേസമയം വധശിക്ഷ നീട്ടിയതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഉത്തരവിൽ സംശയം പ്രകടിപ്പിച്ച് കേന്ദ്രം. ഉത്തരവിന്റെ ആധികാരികത സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ബൽറാം നെടുങ്ങാടി ഒപ്പം ഷഹദ് റഹ്മാൻ എന്നിവർ തത്സമയം വിശദാംശങ്ങളുമായി. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, ഇത് എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്? നേരത്തെ വധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ടോ എന്നുള്ളത് കേന്ദ്രം സ്ഥിരീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ ഉത്തരവിന്റെ ആധികാരികത സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത് എന്തുകൊണ്ട്? അനുജ, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചിരിക്കുന്നു എന്ന കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഈ ഘട്ടത്തിലും ആ സ്ഥിരീകരണം നിൽക്കുന്നു. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതായി സൂചിപ്പിച്ചുകൊണ്ട് പുറത്തുവന്ന ഉത്തരവ് അല്ലെങ്കിൽ വിധിപ്പകർപ്പിൻ്റെ ആധികാരികതയിലാണ് ഒരു സംശയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉന്നയിക്കുന്നത്. ആ പുറത്തുവന്ന ഉത്തരവിൽ വ്യക്തമാക്കുന്നത് നാളെ നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ ജൂലൈ 16 നിശ്ചയിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കത്തിൻ്റെ ആധികാരികതയിലാണ് വിദേശകാര്യ മന്ത്രാലയം സംശയം പ്രകടിപ്പിക്കുന്നത്. ഇതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താൻ കഴിയില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഈ കത്തുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു യഥാർത്ഥ കത്ത് തന്നെയാണോ, ആധികാരികമായ രേഖയാണോ എന്ന സംശയമുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യാജ രേഖയാണോ എന്ന സംശയം ഉണ്ട് എന്ന തരത്തിലാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ അത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടാതെ തുടർ ചർച്ചകൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുമെന്നും ദയാധനം സ്വീകരിച്ച് നിമിഷപ്രിയയുടെ മോചനം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ ചർച്ചകൾ മുന്നോട്ട് പോകും. അതിന് പല കേന്ദ്രങ്ങളുമായി ഔപചാരികമായും അനൗപചാരികമായുമുള്ള കേന്ദ്രത്തിൻ്റെ ശ്രമങ്ങളും ഇടപെടലും തുടരുമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. അനുജ, അതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം.